ആരും പിടിച്ച ആരും വരില്ല. ബായ് പറ. ബൈ. ഓ ബൈ. അങ്ങനെ നമ്മളെ തുമ്പമ്മ അച്ഛൻ്റെ കൂടെ അംഗനവാടിയിലേക്ക് പോയിട്ടുണ്ട്. അല്ലൂട്ടൻ ഓൾറെഡി സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പമ്മേൻ്റെ അംഗനവാടി ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അമ്മ അത് അവിടെ ചെടി നനയ്ക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ കുളിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഓടി വരേണ്ട അവസ്ഥയായിപ്പോയി. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. അപ്പോൾ അല്ലൂസ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്തേ ഇവിടെ ആരുമില്ല, ഞാൻ പേടിച്ചു പോലെ. ഇളയമ്മ അലക്കുകയാണ്. സോ കുളിച്ചപടി ഓടി ഇറങ്ങി. പിന്നെ ഇന്ന് നമുക്ക് തുമ്പമ്മേൻ്റെ അംഗനവാടിയിലൊന്ന് പോകണം. അവിടെ പ്രോഗ്രാമാണ്. പ്രോഗ്രാം എന്ന് വെച്ചാൽ തുമ്പീൻ്റെ ടീച്ചറുണ്ടല്ലോ, ആർട്സ് ടീച്ചർക്ക് നമ്മളെ സംസ്ഥാന അവാർഡ് കിട്ടിയില്ലായിരുന്നോ? അപ്പോൾ അത് റിലേറ്റഡ് ഒരു കുഞ്ഞു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകണം. ഞാൻ അല്ലുവിനെ കൊണ്ടുപോകാനൊന്നും പ്ലാൻ ഇട്ടിട്ടില്ലായിരുന്നു. അമ്മേൻ്റെ അച്ഛനടുത്ത് ആക്കിയിട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചേ. പക്ഷേ അമ്മയ്ക്കും അച്ഛനും എമർജൻസി ആയിട്ടൊന്ന് പുറത്ത് പോകേണ്ടി വന്നു. ബാങ്കിലൊരാവശ്യത്തിന് വേണ്ടി പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല. ഓനെ ഇളയമേൻ്റെ അച്ഛനടുത്തൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അവൻ വീട് മറിച്ചിടും. ഓരോന്നും പറയണോ കേൾക്കൂല. അപ്പോൾ ലാസ്റ്റ് ഞാൻ കൊണ്ടുപോകേണ്ടി വരും ഇപ്പോൾ മിക്കവാറും. ഇന്നൊരു വ്ളോഗൊക്കെ എടുക്കാനുള്ള പ്ലാനൊക്കെ, അയ്യോ തോർത്തിൻ്റെ കോലം കണ്ട് നിങ്ങൾ തന്നെ കേട്ടു. ഇന്നൊരു വ്ളോഗൊക്കെ എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സൈഡായിപ്പോയി. അത്രയും വയ്യായിരുന്നു. ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല. ഭയങ്കര ക്ഷീണവും വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് അംഗനവാടിയിൽ നിന്നാണ്. സോ റെഡി ആയിട്ട് പോകണം. അല്ലൂട്ടൻ വന്നിട്ട് അവനെയും കൊണ്ട് പോകണം. തല കുളിച്ചു, വയ്യ, കപക്കെട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുളിച്ചു ഗൈസ്. ചില ദിവസം അങ്ങനെ കേട്ടോ, ഭയങ്കര ക്ഷീണം. ചില ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ഞാൻ വിചാരിച്ച പോലെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, ഭയങ്കര ആക്റ്റീവായിരിക്കും. അങ്ങനെ ചില ദിവസമാണെങ്കിൽ ഭയങ്കര ക്ഷീണം, ഒന്നും വിചാരിച്ച പോലെ ഒന്നും നടക്കൂല അങ്ങനെ. സോ നമുക്കിപ്പോൾ ഇനി പോകണം. അതൊക്കെയാണ് ഇനി പരിപാടികൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മുടെ അംഗനവാടിയത്തെ കുറച്ച് പരിപാടികളും അങ്ങനെ കുറച്ച് നിങ്ങളല്ലേ ലോങ് വീഡിയോ ഇടൂ എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് എൻ്റെ വണ്ടീൻ്റെ സൗണ്ട് തന്നെ ഉണ്ടാവും കേട്ടോ, ഭയങ്കര സൗണ്ടാണ് ഇവിടെ. സോ ലോങ് വീഡിയോ ഇടയ്ക്ക് പുട്ടിന് തേങ്ങ പോലെ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അല്ലൂസിനെ വെയിറ്റ് ചെയ്യാം. ഏത് കോലത്തിലാണ് വരിക എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം, പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ലൈക്ക് ഞാൻ നോർമലി പറയുന്നത് കേട്ടോ, ഒരു കമൻറ്റ് കണ്ടായിരുന്നേ. എന്തൊരു കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ മാത്രം ചെയ്യാമെന്നോ, ഒരിക്കലും ഇൻലോസിനെ എൻ്റെ അടുത്തു നിന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുതെന്നോ, അങ്ങനെ എന്തോ ഒരു സംഭവം ഒരു കമൻറ്റ് ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് ആ പറഞ്ഞതിനോട് തീരെ യോജിപ്പില്ല കേട്ടോ. ഞാൻ അവിടെ തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പം പരസ്പരം സഹായിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡിൽ മാത്രം മാറ്റിക്കൊണ്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തും ഒക്കെയാണ് ജീവിക്കുക. എസ്പെഷ്യലി ഒരു കൂട്ടുകുടുംബം ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമുള്ള ഒരു ഇതല്ല. അതായത് എൻ്റെ മക്കൾ മാത്രമല്ല, അവരുടെ അച്ഛൻ്റെ മക്കളാണ്, അവരുടെ അച്ഛൻ്റെയും അച്ഛമ്മൻ്റെയും പേരക്കുട്ടികളാണ്. ഇവിടുത്തെ ഞങ്ങളുടെ അച്ഛൻ്റെയും ഇളയമേൻ്റെയും പേരക്കുട്ടികളുടെ കുട്ടികളാണ്. കല്യാണീൻ്റെയും കട്ടേൻ്റെയും ചേട്ടൻ്റെ കുട്ടിയാണ് എന്നുള്ള ആ എല്ലാ ബന്ധങ്ങളും ഉണ്ട്. സോ എല്ലാവർക്കും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കുഞ്ഞുങ്ങളെ അമ്മമാർ മാത്രമാണ് നോക്കേണ്ടത് എന്നുള്ളത് ഒരു തെറ്റായ ഒരു ധാരണയാണ്. സോ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും ഞാൻ മാത്രം ചെയ്യണം എന്നുള്ളതല്ല, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അല്ലുവിൻ്റെ തുമ്പിൻ്റെ കാര്യം മാത്രം നോക്കണമെന്നല്ല, എനിക്ക് ഹേസുവിൻ്റെ കാര്യം ചെയ്യാം. ഹേസു എൻ്റെ അനിയൻ്റെ മോളാണ്. സോ അവൾ എൻ്റെയും കൂടെ കുട്ടിയാണ്. അപ്പോൾ ഞാൻ അവളുടെ കാര്യം, എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ കല്യാണം എന്തെങ്കിലും പണിയിലാണെങ്കിൽ ഞാൻ കുട്ടീനെ നോക്കാറുണ്ട്. കല്യാണി പ്രസവിച്ച് വന്ന സമയത്ത് ഇവിടെ അമ്മയ്ക്കും കല്യാണിക്കും ഒക്കെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാനാണ് ഹേസുവിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് കല്യാണി കുളിപ്പിക്കാൻ തുടങ്ങിയത്. സോ അതൊക്കെ ഇത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ എനിക്ക് വയ്യാത്ത ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ കിച്ചണിൽ കയറാറ് പോലും ഇല്ല. ആ സമയം എല്ലാം ഡീൽ ചെയ്യൽ അമ്മയും കല്യാണിയും ഇളയമയും ഒക്കെയാണ്.
എനിക്ക് വയ്ക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ഞാൻ കയറാറുമുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ കല്യാണിക്ക് തീരെ സുഖമില്ലാത്തൊരു ദിവസം വന്നു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവില്ല. അമ്മയ്ക്ക് തീരെ വയ്യാത്തൊരു ദിവസമാണെങ്കിൽ ചിലപ്പോൾ അമ്മ സൈഡായിട്ട് കിടക്കുന്നുണ്ടാവും, അപ്പോൾ ബാക്കി നമ്മൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് ഒരു കുടുംബത്തിൽ. അല്ലാതെ എന്താ പറയുക, ഇന്ന സാധനം നീ ചെയ്യണം, ഇന്ന സാധനം ഞാൻ ചെയ്യണം, അങ്ങനെയൊന്നുമല്ല ഇവിടെ. എല്ലാവരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തും അണ്ടർസ്റ്റാൻഡ് ചെയ്തുമാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പം ലൈക്ക് അതെന്താ അങ്ങനെ പറഞ്ഞേ എന്നുള്ള രീതിക്ക് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെയല്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് എല്ലാ എന്താ പറയുക, എൻ്റെ മക്കൾ ഇപ്പം മക്കളുടെ കാര്യങ്ങൾ ഞാൻ മാത്രം നോക്കണം എന്നല്ല, അച്ഛമ്മയ്ക്കും ഉണ്ട് റെസ്പോൺസിബിലിറ്റീസ്. ആ കുട്ടിയുടെ അച്ഛനും ഉണ്ട്. കുട്ടിയുടെ അച്ഛൻ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് കുറച്ച് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ കുട്ടീൻ്റെ കാര്യം അമ്മ മാത്രം ചെയ്യുക എന്നുള്ളത് തെറ്റായൊരു കൺസെപ്റ്റാണ്. മേ ബി ഇനി അങ്ങോട്ടേക്കുള്ള കാലത്തേക്ക് അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സോ. ഞാനിങ്ങനെ ഒരു ഫാമിലി നിൽക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണ്. എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ആദ്യമൊക്കെ ഞാൻ അല്ലുട്ടനെയും ക്ലാസ്സിൽ വിടലൊക്കെ രാവിലെ എണീറ്റ് ഞാൻ തന്നെയായിരുന്നേ. ഇപ്പോൾ സത്യമായിട്ടും ഞാനല്ല, അമ്മയാണ് രാവിലെ അല്ലുവിനെ ഫുഡ് കഴിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും സ്കൂളിൽ വിടുന്നതും ഒക്കെ. അവൻ്റെ പഠിത്തവും കാര്യങ്ങളും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ കാര്യം ഞാൻ തന്നെ ഗൂഗിൾ നോക്കിയിട്ട് അവനെ പഠിപ്പിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുക. സോ അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചൊക്കെയാണ് ഞങ്ങളിവിടെ മുന്നോട്ട് പോകുന്നത്. മോൻ വരാണ്ട് അംഗനവാടിയിലേക്ക് ഉമ്മമാർ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കമൻറ്റ് എനിക്ക് അത്ര എന്താ പറയുക, എനിക്ക് അത്ര ഡൈജസ്റ്റ് ആയിട്ട് തോന്നിയില്ല. നല്ല ഉദ്ദേശത്തോട് പറഞ്ഞതായിരിക്കാം, പക്ഷേ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു കൂട്ടുകുടുംബത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് കേട്ടോ. എനിക്കിപ്പോൾ എന്നെ ഉണ്ടാവുന്ന കുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ വളരാനാണ് എനിക്കിഷ്ടം. ഒരു അമ്മേനെയും അച്ഛനെയും അല്ലെങ്കിൽ സ്വന്തം സിബ്ലിങ്സിനെ മാത്രം കണ്ട് വളരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അച്ഛൻ അച്ഛമ്മ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇനി എക്സ്പെക്റ്റേഷൻസ്, ഓഫ് കോഴ്സ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനുഷ്യനാണ്, എനിക്ക് കിട്ടുമെന്നുള്ളിടത്തുനിന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാറുള്ളൂ. അത് വേറെ കാര്യം. ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ അച്ഛനും അമ്മയും എനിക്ക് ചെയ്തെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാറുള്ളൂ. ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില വ്യക്തികളുണ്ടാവാം, അവിടുന്ന് ഞാനിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് എന്നുള്ളത് വലിയൊരു തെറ്റായ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ നോക്കിയും കണ്ടും എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലാതെ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ വരരുത്. അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും അമ്മേനോട് പറയാനുണ്ടായിരുന്നു, ഞാൻ പുതിയൊരു വീടുണ്ടാക്കി അമ്മ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാലം വിടും, ആ പാലം വഴി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഞാൻ തിന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നൊക്കെ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്. ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസം മാറുമ്പം ചിലപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് ഈ ഒരു എന്താ പറയുക, ഹെൽപ്പും കാര്യങ്ങളും എനിക്ക് ഈ ഒരു എളുപ്പ വഴികളും കാര്യങ്ങളും ഒന്നും കിട്ടിയെന്ന് വരില്ല. ഈ 3 കുട്ടികളെ നോക്കി ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലെ പണികളും ചെയ്ത് എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി മക്കളുടെ പഠിത്തവും മക്കളുടെ കാര്യമൊക്കെ സ്വന്തയ്ക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോവുക, അത്ര തന്നെ. അപ്പോൾ എനിക്ക് ആ ഒരു കമൻറ്റ് കണ്ടപ്പം ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് എന്തോ അത് ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അതൊക്കെ തെറ്റായൊരു ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയാണ്. മെല്ലെ മെല്ലെ വാ, അല്ല വാ, കച്ചറ വയ്ക്കണ്ടോ? ആ ശരിയാക്കി തരാം കേട്ടോ, ഞാൻ കൊടുത്തോളാം കേട്ടോ. ഇത് കളിക്കുന്നല്ലോ, എനിക്ക് കൊണ്ടുപോകല്ലോ. എന്താ വണ്ടിയിൽ നിന്ന് ഓരങ്ങനെ പറഞ്ഞേ? ഈ വണ്ടിയിൽ നിന്ന് കച്ചറ കളിച്ചോ? എന്ത് കച്ചറ? ചെറുതായിട്ടോ? എന്താ കച്ചറ കളിച്ചോ പറ? ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചു. ഇനി വികൃതി കളിച്ചെന്ന് ആരെ പറഞ്ഞ അപ്പ അല്ലുവിന് അടിയാട്ടോ. ആ കപ്പിച്ച് കുട്ടികളാണ് അങ്ങനെ ചെയ്യാ. എല്ലാരും പറയണ അല്ലു നല്ല കുട്ടിയാണെന്നാണല്ലോ. എങ്ങോട്ട് കൊണ്ടുപോകില്ലാന്ന്? അതെങ്ങോട്ടാണോ? ഞാൻ തുമ്പീന്റെ അംഗനവാടി പോവാ. വികൃതി കളിക്കുന്ന കുട്ടികളെ ഞാൻ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി? ഞാൻ അവിടെ പോയിട്ട് എന്റെ വയ്യാലെ നടക്കാനോ? നീ വികൃതി വന്നോ? വേഗം പോയി ഡ്രസ്സ് മാറ്റി. അതിന്റെ ഇടയിലോന അതാണ്, അതിലൂടെ അയുക്തല്ലേ പോയെന്ന്. ഓ മൈ ഗോഡ്, മുടിയിലെ വെള്ളം ആയതൊക്കെ ആട്ടെ. അച്ഛമ്മ ബാങ്ക് പോണ്ടോണ്ട് അച്ഛമ്മയും അച്ഛനും കൂടെ ബാങ്കിലേക്ക് പോയി. നമ്മൾ തുമ്പമ്മേന്റെ അംഗനവാടി പോവാൻ നിൽക്കുന്നു. വേണ്ട, ബാഗൊക്കെ അവിടെ വെക്കൂ, കയ്യും കാലും മുഖം കഴുകൂ, ഡ്രസ്സ് മാറ്റൂ, വരൂ കേട്ടോ. ബാഗ് എവിടെയാ വെക്കണത്? ബാഗ് വെക്കേണ്ട സ്ഥാനത്ത് വെക്കൂ. ID കാർഡ് അഴിച്ചു വെക്ക്. യൂണിഫോം അഴിച്ചിട്ട് മുകളിലേക്ക് വരും. മേല് കയ്യും കാലും മുഖം കഴുകുക.
ഇപ്പം മേലടിക്കുന്ന നേരമല്ലോ മോനെ, വേഗം വാ ഗായ്സ്. ഞാൻ സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി വരൂലേ, അപ്പം തന്നെ എനിക്ക് കിതപ്പാണ്, ഭയങ്കരമായിട്ട് ഞാൻ കിതയ്ക്കുന്നുണ്ട് ഇപ്പം ഈയിടെയായിട്ട്. അല്ല വന്നോ, ഡ്രസ്സ് എടുത്ത് കൈയും കാലം മൊങ്ങി ബാത്റൂം പോയിട്ട് ഇനി പോകാനുള്ളൂ, നോക്കട്ടെ. ഒന്നിനും വയ്യ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ, പോകണ്ടേന്ന് വെച്ച് പോവാണ്. കാരണം എല്ലാവരും പാരൻസും വരുമ്പോൾ തുമ്മമ്മയ്ക്ക് സങ്കടാവില്ലേ, അതുകൊണ്ട് ഞാൻ പോവാണ്. തീരെ വയ്യ എനിക്ക്. കഴിഞ്ഞ കമൻറ്റിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊട എടുത്തിട്ട് പോകുന്നത്, അതുകൊണ്ട് എന്തായാലും കൊട എടുത്തിട്ടേ പോകുള്ളൂ, അല്ല ഞാൻ സൈഡായി പോകും. എനിക്ക് അത്രയ്ക്കും വയ്യ, സൈഡാണ്. മുടി ഉണക്കിയില്ലേ നല്ല പണി കിട്ടും, കാരണം കപക്കെട്ട് കാരണമല്ലേ ഫുള്ള് സൈഡാണ് ഞാൻ. എല്ലാം ഓറഞ്ച് എടുത്ത് കഴിച്ചോ. ഇപ്പം എന്തായാലും കഴിച്ചാൽ പിന്നെ നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, അതുകൊണ്ടാ. ഓറഞ്ച് കഴിച്ചാൽ മതിയേ, എടുത്തിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒന്നും തുറക്കാനുള്ളതില്ല, പുറത്തുള്ള കൂടെ തേക്കട്ടെ. ഇത്രയും വലിയൊരു മടിച്ചീര് നിങ്ങൾ കണ്ടണോ? എന്നാൽ കണ്ടോളൂ, എല്ലാവരും കണ്ടോളൂ. ചില സമയമാണെങ്കിൽ എനിക്ക് ഭയങ്കര ഉഷാറായിരിക്കും. അപ്പോൾ ഒരുങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അടുക്കളപ്പണിയാണെങ്കിലും വേറെ എന്താണെങ്കിലും ക്ലീനിങ് ചില സമയം എനിക്ക് വട്ടാണ് ഗൈസ്. അങ്ങോട്ട് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് സെറ്റാക്കി കളയും ഞാൻ. പക്ഷെ ചില സമയം എൻ്റെ റൂം അടക്കുന്നുണ്ടാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ, ഭയങ്കര OCD ടൈപ്പ് അല്ല, എന്നാലോ ചില സമയം എനിക്ക് അതിൻ്റെ ഭ്രാന്ത് ഇളകുകയും ചെയ്യും. അപ്പോൾ ഞാൻ രോമം വരെ ക്ലീനിങ് ആയിരിക്കും. ചില സമയമാണെങ്കിലോ എനിക്ക് ആ വക പരിപാടിക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല, അപ്പോൾ ഞാനൊന്നും ചെയ്യില്ല. എന്താ ഞാനിങ്ങനെ അമ്മേ പൊട്ടില്ലാതെ നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. സോ ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ പൊട്ടായിരിക്കും ഇടുക. എന്ത് ഞാനിങ്ങനെ ഒരു മോയ്സ്ചറൈസർ, തുമ്പമ്മേൻ്റെ പൗഡറും, ദാറ്റ്സ് ഓൾ. വയ്യ 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 ഞാനിങ്ങനെ ഇടയ്ക്ക് പറയാം. ചില സമയമാണെങ്കിൽ ഞാൻ കളിക്കുന്ന കളി കാണുമ്പോൾ വിചാരിക്കും വക്കാണോ വയ്യായിക്കണം. അങ്ങനെ ഒരാളാണ് ഞാൻ. ലിപ് ബാം ഇട്ടതാണ് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ ഒരു മാജിക് കണ്ടോ? ഒരൊറ്റ സ്വൈപ്പിലാണ് ഇത് കിട്ടുന്നത്, കണ്ടോ? ഭയങ്കര ഇഷ്ടമായി ഇത്. പിന്നെ അല്ല, ആക്ച്വലി ഞാൻ ലിക്വിഡ് ടൈപ്പാണ് കൂടുതലും ഇപ്പം യൂസ് ചെയ്യാറ്. ക്രയോൺസ് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല, പക്ഷെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആള് ശരിയാക്കട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിലും ടാഗ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ടാഗ് ചെയ്യാമേ. വീഡിയോ കണ്ടീനോ നിങ്ങള്? അത് അമ്മ ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടില്ല, വന്നിട്ട് അപ്ലോഡ് ചെയ്യണം അല്ലേ. ഇതൊരു ഇൻസ്റ്റാ പേജ് എന്നാണ് ഗൈസ്. ഞാൻ പറ്റിയൊരു നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ്, നല്ല നല്ല ഒരുപാട് ഹോം വെയേഴ്സ് ഉള്ള പേജാണ്. ഞാൻ ഓൾറെഡി വീഡിയോ അതിട്ട് കഴിഞ്ഞിട്ടേ ഇതിടുള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ, സൂപ്പറാണ്. ഓക്കെ, ആ റസിന്റെ വീഡിയോയിലല്ലേ ഒരു പാട്ടും കൂടിയും വെച്ചോ. ഓക്കെ, ഈ പറഞ്ഞ അത് സെറ്റാ. അമ്മേ മുടി ഒന്ന് ഉണക്കിക്കൊണ്ടോ? മുടി ഉണക്കാൻ എൻ്റെ നനഞ്ഞില്ല. അമ്മ കുളിച്ച് അമ്മ ഒന്ന് ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ചതാ. മുടി പിന്നെ അധികം ഞാനും ഉണക്കാൻ നിന്നിട്ടില്ല, എൻ്റെ മുടി കുറച്ച് നനവുണ്ട്. എന്നാലും വെള്ളം ഒലിക്കുന്നൊന്ന് പോയി കിട്ടിയാൽ മതി. അമ്മേ പോവാ, പോയിട്ടെ ഗൈസ്. കണ്ടോ വേർക്കണത്? ഇതൊരു സീനാണ്. ഓക്കെ, പോയി വരാൻ പറയും. പോയി വരാം ഗൈസ്. അപ്പോൾ നമ്മൾ പോയി വരികയാണ്. ഓക്കെ, കൊടയെടുത്ത് ചെക്കൻ മുന്നേ നടന്നിട്ട് വേഗം പോയി ചെരുപ്പിട്ടോ ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പോയി വരാം ഗൈസ്. ബായ്. ഞാൻ അവാർഡ് കിട്ടിയല്ലേ പരിപാടി.
അങ്ങനെ നമ്മൾ ഇതാ കുടയൊക്കെ പിടിച്ച് ഗ്രൗണ്ടിൽ കൂടെ നടക്കുക. പക്ഷെ ഇന്ന് നമ്മൾ വിചാരിച്ച അത്ര വെയിലില്ല കേട്ടോ. നട്ടുച്ചയ്ക്കാണ് നമ്മൾ പോണത്. 12-12:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെല്ലുമ്പോൾ. ഇതിപ്പോൾ ഞാൻ കുട പിടിച്ചുകൊണ്ട് മൂപ്പരങ്ങ് നിൽക്കുകയെന്നേ ഉള്ളൂ അല്ലേ, ഓട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. ഓൻ്റെ അംഗനവാടിയാണല്ലോ, ഇവിടെ പഠിച്ചിട്ടാണല്ലോ ഇപ്പോൾ സ്കൂളിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥീൻ്റെ എല്ലാ ഒരു അധികാരവും മൂപ്പരവിടെ കാണിച്ചിട്ടുണ്ടേനു. പക്ഷെ അതിലും വലിയ ജാട നമ്മളെ തുമ്പിക്കേനെന്ന് മാത്രം. ഓൾ അംഗനവാടിയാണ്, എണീറ്റ് പോടാ എൻ്റെ കസേരയെന്ന് നോക്കിയാണ് ഏട്ടനോട് പറയുന്നത്. നമ്മൾ അല്ലൂസേട്ടൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് നടക്കുന്നില്ല എന്ന് കണ്ട് കൂട്ടാളികളെയൊക്കെ വിളിച്ച് വന്നിട്ട് ഇതാ ധൈര്യം ഉണ്ട് ഇവളത്തല്ലടാന്നുള്ള മട്ടിലാണ് കേട്ടോ ഓളെ അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. ഓ എൻ്റെ കസേര എടുത്ത് ഇരിക്കുന്നുണ്ട്, എണീക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓളാണെങ്കിൽ അതിലും നല്ലൊരു കുട്ടി. കാരണം കുട്ടി കോംപ്രമൈസിനാണ് ശ്രമിച്ചത്. അപ്പുറത്തതാ വേറെ കസേര തുമ്പി അവിടെ ഇരുന്നോന്നു. ഇപ്പം തുമ്പി ആരായി. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഓരോ കച്ചറയും നോക്കി അവിടെ കുത്തിരുന്നിട്ടോ. സത്യന്മാരാണെങ്കിൽ നല്ലോണം തല കിറങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ അവരുടെ കളികൾക്കൊടുവിൽ നമ്മളുടെ ബിരിയാണി എത്തിയിട്ടുണ്ട് ഗൈസ്. ടീച്ചറെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഇത്തവണത്തെ കുക്കിംഗ് ഒക്കെ. എനിക്ക് അവിടെ പോകണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹെൽത്ത് അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രം. ഒന്നില്ലെങ്കിൽ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിനെങ്കിലും ഞാൻ അവിടെ പോയി. എന്നെ കൊണ്ട് വലിയ പണികളൊന്നും അവിടെ എടുത്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ആവാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിന് പോലും എനിക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ പാരൻസും ടീച്ചറും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരും. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ എന്നോട് വന്നിട്ട് പറയാം, എനിക്ക് ബിരിയാണി വേണം അമ്മയെന്ന് പറയണേട്ടത്തൊന്നും ഓളങ്ങ് തിന്ന് മറിക്കുന്നു ഇല്ല. എന്നാലും ഇതാ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കി. നമ്മളെ പ്രിയങ്ക ടീച്ചറാണ് വരുന്നത്. ടീച്ചറെ കണ്ടപ്പോൾ കുട്ടികളെ സന്തോഷം കണ്ടില്ല. കുറേ ആയിട്ട് ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് നല്ല സെറ്റായതായിരുന്നു. അങ്ങനെ അതാ പിള്ളേരെല്ലാവരും കൂടി ഇരുത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് തുമ്പമ്മ യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ ഒരു പൂർവ്വ വിദ്യാർത്ഥി അതിനിടെ കയറി ഇരുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി എന്നൊക്കെ പേരേ ഉള്ളൂ, ചെറിയ കുട്ടിയല്ലേ, അപ്പം അതിനായിട്ട് വേറെ ഇരുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാവരും പാടി ഇരുന്ന് തുമ്പമ്മയ്ക്ക് ഇതാ വിളമ്പി കൊടുത്തോളൂ കാര്യമായിട്ടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എപ്പോഴും ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ അല്ലൂട്ടൻ അങ്ങനെയല്ല, എന്നെ വിളമ്പി കൊടുത്താൽ ചകഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വെലിങ്ങനെ ആ വണ്ടി ഓടൂല. അപ്പോൾ നമ്മൾ പോയി വാരി കൊടുക്കണം. ഇതാ നമ്മൾ ആസി ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ താരം. ആസി ടീച്ചർക്കാണ് സംസ്ഥാന അവാർഡ് കിട്ടിയത്. ഓൾറെഡി ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ പേര് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചറിനെ. തുമ്പമ്മ കഴിക്കും കേട്ടോ, പക്ഷേ നല്ലോണം ടൈം എടുത്താൽ കഴിക്കാം. മെല്ലെയാണ് കഴിക്കുമെങ്കിലും ഫുള്ള് കഴിക്കും, ഒറ്റയ്ക്ക് കഴിക്കും. നമ്മൾ അല്ലൂട്ടർ അങ്ങനെയല്ല. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഞാൻ എന്തായാലും വാരി കൊടുക്കാൻ നിൽക്കേണ്ടി വരും എന്ന് എനിക്ക് ഏകദേശം ധാരണ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അവൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി അവനിതെടുത്ത് അമ്മ വാരിത്തിരുന്ന് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. തുമ്പമ്മ സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. കുട്ടി ഇത് ഇങ്ങനെ വാരി നല്ലോണം കഴിക്കുന്നുണ്ടല്ലോ അല്ലേ ഈ പ്രായത്തിൽ. അതാ അപ്പോൾ അല്ലൂട്ടനും അത് കണ്ടോ ഇതൊരു മത്സരമാക്കി എടുത്തു വരും. അങ്ങനെ അവരെല്ലാവരും കൂടെ ഞാനാണ് ഫസ്റ്റ് നീയാണ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്കൊരു കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടാകും. കാരണം എനിക്ക് കഫക്കെട്ടാണ്, ചുമച്ച് ഞാൻ സൈഡായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവർ കഴിക്കണേ നോക്കിയാൽ നിന്നിട്ടോ. അത് ഇടം വരെ പോകും നോക്കണമല്ലോ. അപ്പോൾ അതാ ടീച്ചർ അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ കഴിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ടീച്ചർ സൂപ്പറാണ്, നല്ലോണം വർത്താനൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ തുമ്മമ്മേൻ്റെ മണവാളനാണ് അപ്പുറത്തിരുന്ന് കഴിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ ഇതാ ഞാൻ വീണ്ടും കളത്തിൽ ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. തുമ്മമ്മയ്ക്കും വാരി കൊടുത്ത് അല്ലുട്ടനും വാരി കൊടുത്തിട്ട് വേഗം തീർത്തിട്ടോ. കാരണം ബാക്കി മക്കളൊക്കെ കഴിച്ചെണീറ്റ് പോകണ്ടേനു. ഇവരൊക്കെ കഴിച്ച് ഇവരുടെ ഉള്ളിൽ കയറ്റിയിട്ട് വേണം പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കഴിച്ച് കഴിഞ്ഞു, അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാ ടീച്ചേഴ്സൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആരെയോ ഒരാളെ ഫോൺ ഒരു കുട്ടിക്ക് കിട്ടിയപ്പോഴത്തേക്ക് അല്ലൂട്ടിന് വേഗം പോയി ഓൻ്റെ അടുത്ത് ജെല്ലായി. എന്നാൽ പിന്നെ കാണാലോ. ഓൻ എന്തായാലും എൻ്റെ ഫോൺ കിട്ടില്ല നന്നായിട്ട് അറിയാം, കാരണം എൻ്റെ ഫോൺ കൈവിട്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആരെടുത്തെന്നെങ്കിലൊക്കെ ഓസിക്ക് കാണാലോ വെച്ച് പോയി ഇരിക്കും പ്യാവും. അങ്ങനെ നമ്മളെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നോക്കിയേ കുട്ടികളും കുട്ടികളുടെ അമ്മമാരും ഒക്കെ എന്തൊരു അനുസരണയിലാണ് ഇരിക്കണേ. ഇരുത്തം മാത്രമേ അങ്ങനെയുള്ളൂ. ഒച്ചപ്പാട് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പറയല്ലേ ചേച്ചി പറയണ കേട്ടിരിക്കാൻ നല്ല രസമാണെന്ന്. അതുപോലെ തന്നെ നാസി ടീച്ചർ പറയുന്നു കേട്ടോ. ടീച്ചർ പറഞ്ഞിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി നല്ല രസമാണ്. ടീച്ചറും അല്ലുവിനും തുമ്മിനും മാത്രമല്ല കേട്ടോ പഠിപ്പിച്ചത്, വൈശാഖേട്ടനെയും കട്ടേനെയും ഒക്കെ പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ്. അങ്ങനെ ഇതാ എല്ലാവരും ഇരുന്ന് ടീച്ചർ പറയുന്നതൊക്കെ കാര്യമായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പരിപാടി നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ മല്ലയ്യ. എന്തെങ്കിലും ഒരു ഒറ്റയ്ക്ക് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കും. എല്ലാവരും കൈയടിക്കുന്നുണ്ടപ്പോൾ തുമ്പമ്മയും കാര്യമായിട്ട് കൈയടിക്കുന്നുണ്ട്. പക്ഷേ കേക്ക് കണ്ടപ്പോൾ ഞാൻ പേടിക്കുകയാണ് ചെയ്തത്. ഈ തുമ്പിയെങ്ങാനും കേക്ക് കട്ടണമെന്നാണ് വാശി പിടിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. വീട്ടിൽ നിന്നൊക്കെയാണ് ഈ വാശി പിടുത്തവും കാര്യങ്ങളൊക്കെ അല്ലേ. അംഗനവാടി സ്കൂളിലൊക്കെ എത്തിയ കുട്ടികൾ കുറേ കോംപ്രമൈസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നത്. ടീച്ചർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ അന്ന് തന്നെ സ്റ്റേജിൽ വെച്ച പ്രോഗ്രാമിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഇനി ഈ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചെറിയ രീതിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് പാരൻസും എല്ലാവരും കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അടിപൊളിയായിട്ട് ഒപ്പന കളിച്ചു, ദഫ് കളിച്ചു. കണ്ടത് തുമ്പമ്മ അവിടെ പോയി നിൽക്കുകയാണ്. വിളിച്ചിട്ടൊന്നും പെണ്ണ് വരുന്നുമില്ല. പക്ഷേ വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ ശ്രീമതേച്ചിയാണ്
ടീച്ചറാണെങ്കിലും അതുപോലെ ഇവിടുത്തെ കൗൺസിലറാണെങ്കിലും എല്ലാവരും വേഗം വരും കേട്ടോ പരിപാടിക്കൊക്കെ. അപ്പോൾ നമ്മൾ സമ്മാനദാനം തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുത്തു തുടങ്ങും. ഇത്രയും കുട്ടികളുണ്ടല്ലോ. സാധാരണ അംഗനവാടിയിൽ കുറച്ച് കുട്ടികൾ, ഞാൻ നാളെ പറഞ്ഞ 10-30 സംതിങ് കുട്ടികളുണ്ട് ഈ അംഗനവാടിയിൽ എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു അയ്യോ ഞങ്ങളെ വീട്ടിനവിടെ 4 കുട്ടികൾ 5 കുട്ടികളൊക്കെ ഉള്ള അംഗനവാടി ഉണ്ടെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ തുമ്പമ്മയ്ക്കും ഇതാ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരാളെ മുഖം അങ്ങനെ ഡിമ്മായി വരുന്നുണ്ടായിരുമ്പോൾ അല്ലൂട്ടൻ്റെ കേട്ടോ. പിന്നെ ഓനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഓന് ഞാൻ വേറെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കും, മോൻ ഇവിടുത്തെ വലിയ ഏട്ടനാണ്, കുട്ടികൾക്കല്ലേ ഗിഫ്റ്റ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് സമ്മതിപ്പിച്ച് അവസാനം ഇതാണ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായ ഗിഫ്റ്റ്. തുമ്പിക്ക് പറ്റിയ സാധനം തന്നെ കിട്ടി. എൻ്റെ അമ്മയെ ഇനിയിപ്പോൾ ഇതിനെ കുളിപ്പിക്കുക, അതിനെ ഉറക്കുക, അതൊക്കെ ആയിരിക്കും വീട്ടിലെ മെയിൻ പരിപാടി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിനൊക്കെ വെച്ച് മടിയിലൊക്കെ വെച്ച് കാര്യമായിട്ട് ഇരിക്കുന്നുണ്ട്. അല്ലൂട്ടമ്മ നൈസായിട്ട് അടുത്ത് വന്നപ്പോൾ ഞാൻ അവനെ സമാധാനിപ്പിച്ച് വിട്ട്. അത് കഴിഞ്ഞ് കേക്കിൻ്റെ കഷ്ണവും ഇവർക്ക് വാങ്ങിക്കൊടുത്ത് ഒരു ഇച്ചിരി പോകുന്ന പീസ് വെറുതെ ടേസ്റ്റ് നോക്കി. ഷുഗർ ആണല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ് ഗൈസ്. നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള റോഡുണ്ടല്ലോ, നല്ല അത്യാവശ്യം വാഹനങ്ങൾ പോയി വരുന്ന റോഡാണ്. അപ്പോൾ അതിൻ്റെ റോഡ് സൈഡിൽ ഈ നമ്മൾ ഫുട്പാത്ത് ഉണ്ടാക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ കുഞ്ഞു മക്കളെ കൊണ്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റോട്ടുമ്പോൾ കൂടെ നടക്കുന്ന ഫീൽ തന്നെയാണ് കേട്ടോ. ഫുട്പാത്ത് ഇല്ല, ഒരു ഇച്ചിരി സ്ഥലത്ത് മാത്രമാണ് അങ്ങനെയുള്ളത്. ബാക്കി ഇതാ കണ്ടോ ഒരു എന്താ ഇതിനെ പറയുക, കാനയോ എന്തോ പറയില്ലേ, അതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇതിലെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. രണ്ടിനെയും കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ 2 പേർക്കും വണ്ടി എന്ന് പറഞ്ഞാൽ പേടി ആയതുകൊണ്ട് ഇവർ ഓടില്ല എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ്. ശരിക്കും ഞാൻ ഇവർ 2 പേരെയും കൊണ്ട് ഒറ്റയ്ക്ക് വരിക പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഓ നാളെ വരണേ. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. എവിടെയും പോയി കിടക്കണം എന്നുള്ളൊരു ഫീൽ തന്നെയാണ്. പക്ഷേ പോയില്ലായിരുന്നെങ്കിൽ നഷ്ടമായേനെ. തുമ്പിക്ക് സങ്കടം ആയേനെ അല്ലേ. ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എല്ലാവരുടെ പാരൻസും വരുമ്പോൾ ഞാൻ മാത്രം പോകാതിരുന്നാൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നോ എന്ത് വയ്യായി കണ്ടാലും മക്കളെ കാര്യം വരുമ്പോൾ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ കേട്ടോ. അങ്ങനെ ബെല്ലൊക്കെ അടിച്ച് ആരാ അതിലെടുക്കുന്നത്? ഇതാ നമ്മുടെ മമ്മി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.